ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചങ്ക് ബ്രോ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്നേഹാർദ്ദമായ സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ കണ്ണൂർ ജില്ലയിൽ അറിയപ്പെടുന്ന ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് അല്ലേ? അതായത് നമ്മൾ ചാലോട് വഴിയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ചാലോട് വഴി മട്ടന്നൂർ വന്ന് മട്ടന്നൂരിൽ നിന്ന് 8 കിലോമീറ്റർ ഉളിയെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ എത്തിച്ചേരുക. അവിടുന്ന് 7 കിലോമീറ്ററാണ് നമ്മളെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലേക്ക് 7 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ കാഴ്ചകൾ മറ്റു വിശേഷങ്ങളും എല്ലാം കണ്ടുവരാം. അപ്പോൾ നമ്മൾ ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ കാഴ്ചകൾ നമുക്ക് കാണാം. സുഹൃത്തുക്കളെ, നമ്മളെ ഈ ക്ഷേത്രത്തിലെ കുറച്ച് ഐതിഹ്യങ്ങളും കാര്യങ്ങളും നമ്മളെ ഇവിടെ 9 വർഷമായിട്ട് ഇവിടെ കച്ചവടം നിന്ന് ശോഭ വെച്ച് നമുക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. അതോടൊപ്പം തന്നെ ഇവിടെ പിന്നെ കാന്താരിയപ്പം, അതായത് ഈ വീട്ടിൽ തന്നെ ആക്കുന്നില്ലേ, വീട്ടിൽ തന്നെ ആക്കുന്നതാണ്. അങ്ങനെ കാര്യപ്പം, അങ്ങനെ പല പല അപ്പങ്ങളുണ്ട്, അതെല്ലാം ശോഭ വെച്ചാക്കുന്നതാണ്. അമ്മേൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ, അമ്മ വിളിച്ചാൽ വിളിപ്പുറത്താണ്. ഏത് അസാധ കാര്യം സാധിച്ചു കൊടുക്കുന്ന അമ്മയാണ്. പിന്നെ ആദ്യമൊന്നും അധികം ആരും അറിഞ്ഞില്ല. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ അലക്സാണ്ടർ ജേക്കബ് എന്നൊരു ഉദ്യോഗസ്ഥൻ, പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ യൂട്യൂബിലിട്ട് എല്ലാവരും അറിഞ്ഞ് അതിനുശേഷം ജനങ്ങളിങ്ങനെ ഒഴുകാൻ തുടങ്ങി. ഒരുപാട് ജനങ്ങൾ ആദ്യകാലത്തെല്ലാം ഇഷ്ടം പോലെ ജനങ്ങൾ വന്നു. ഇപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ അടുക്കൊരു വെള്ള അരിയാലുണ്ടായി, അത് കുറേ മാസങ്ങളുണ്ടായി. അത് പിന്നെ തന്നെ പോയി, തന്നെ വന്നതിന് തന്നെ പോയി. പിന്നെയെന്ന് പറഞ്ഞാൽ അമ്മയോട് കരഞ്ഞപേക്ഷിച്ചാൽ ഏത് കാര്യവും സാധിച്ചു കൊടുക്കുന്ന ശാന്തസ്വരൂപിണിയായ അമ്മയാണ്. പിന്നെ പണ്ട് കാലത്തെല്ലാം പൂജ കഴിക്കാൻ പോലും നിവൃത്തിയില്ലാതെ അങ്ങനെ ഒരു സ്ഥിതിയിലേക്കായി അമ്പലം. പിന്നെ അതിന് ശേഷം എല്ലാവരും ജനങ്ങളെല്ലാം വരാൻ തുടങ്ങി. അങ്ങനെ പേര് കേട്ട അമ്പലമായി. ഇപ്പോൾ ഇഷ്ടംപോലെ വരുമാനമായി, ഇഷ്ടംപോലെ ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ അമ്മേൻ്റെ അടുത്തുള്ള നമ്മളും നന്നായി. അങ്ങനെ ഏത് കാര്യം ഇല്ല കേട്ടോ, ഏത് കാര്യം സാധിച്ചു കൊടുക്കുന്ന ഒരമ്മയാണ്. പിന്നെന്താ അറിയണ്ടേ? കള്ളന്മാർ 3 പ്രാവശ്യം കെട്ടുകൊണ്ടുപോയി. ഒരു പ്രാവശ്യം കെട്ടുകൊണ്ടുപോയിട്ട് അവർക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. ചുറ്റിനും തീയും വെള്ളമെല്ലാം ആയിട്ട് അവർ അത് ഇട്ടേച്ച് പോയി. പോലീസ് സ്റ്റേഷനിൽ അവർ തന്നെ പോയി പറഞ്ഞ് ഇങ്ങനെ മുഴക്കുന്നൊരു വിഗ്രഹം കൊണ്ടുവന്നിട്ടുണ്ട്, അത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പോലീസുകാർ തന്നെ ഇടക്കൊണ്ടാക്കും. പിന്നെ കുറേ കഴിയുമ്പം വേറെ കള്ളന്മാർ ആദ്യം വന്ന്, അങ്ങനെ 4 പ്രാവശ്യം കള്ളന്മാർ കെട്ടുകൊണ്ടുപോയിട്ടും കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ അമ്മ ഇവിടെ തന്നെ നമ്മളെ വിട്ടു പോകാണ്ട് അമ്മ ഇവിടെ തന്നെ കുടികൊള്ളുന്നു. സത്യമായ ഒരു എന്താ പറയണ്ടേ, എല്ലാവിധത്തിലും മക്കളെ കാത്തു രക്ഷിച്ചുകൊണ്ട് കുടികൊള്ളുന്നൊരു അമ്മയാണ് മൃദംഗ ശൈലേശ്വരി. എൻ്റെ പേര് ശോഭ. ഇവിടെ തന്നെ വീട്. ഞാനിവിടെ 9 വർഷമായി അമ്മേനെ ജനങ്ങളെ അറിയാൻ തുടങ്ങിയിട്ടും. അന്നേരം അപ്പം ചുട്ട് കൊണ്ടെന്ന് വെക്കുന്നു. അങ്ങനെ അപ്പോൾ ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തായി ഒരു ആരൂഢ സ്ഥാനം സ്ഥിതി ചെയ്യുന്നുണ്ട്. ശ്രീ പോർക്കലി ആരൂഢ സ്ഥാനം. ആ ആരൂഢ സ്ഥാനത്തിൻ്റെ പണി ഇവിടെ നടക്കുന്നുണ്ട്. കഴുക്കോലും കാര്യങ്ങളെല്ലാം ഉള്ളത്.
മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് അന്നദാനം കഴിച്ചു. എല്ലാ ദിവസവും അന്നദാനമുണ്ട്. 12:30 മണി മുതൽ 2:30 മണി വരെയാണ് അന്നദാനം കൊടുക്കുന്നത്. അല്ലേ ഞങ്ങൾ? അതെ. അപ്പോൾ അതോടെ തന്നെ ഇപ്പുറം നേരെ ഇപ്പുറം എന്താ പറയുക, മുഴക്കുന്ന് മഹാശിവക്ഷേത്രം 1 കിലോമീറ്റർ ഇപ്പുറം ഇവിടെ തന്നെ ഒരു ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ അതിൻ്റെ പണി, പഴയ ക്ഷേത്രമാണ്, അതിൻ്റെ പണി നടന്നുകൊടുക്കുന്നുണ്ട്. നമുക്ക് ആ കാഴ്ച വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ചങ്ക ബായ്, ബായ്. ഡബിൾ ബായ്.